الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 2025 വർഷം നമ്മിൽ നിന്ന് വളരെ വേഗതയിലാണ് കടന്നുപോയത്. ഇപ്പോൾ നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചവർ എന്ന നിലക്ക് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ വിലയിരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ രാജ്യം നേടിയെടുത്ത നേട്ടങ്ങളെക്കുറിച്ച്
അതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച ഒട്ടനവധി സന്തോഷങ്ങളെക്കുറിച്ച്, സങ്കടങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, ജീവിതത്തിലെ ഇന്നലകളിൽ സംഭവിച്ച ഒട്ടനവധി പരീക്ഷണങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഒരു മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ വേദനിപ്പിക്കുന്ന ഒട്ടനവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഒരു പുതുവർഷത്തെ ആഘോഷിച്ച് ആർത്ത് അർമാദിച്ച് മദ്യപിച്ച് ലക്കുകെട്ട് വാഹനമോടിച്ച ചില ആളുകൾ 4 ജീവനുകളാണ് അപഹരിച്ചു കളഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലെ കേട്ടൊരു വാർത്ത, നമ്മളുടെ സമീപ പ്രദേശത്തെ ഒരു ഹാഫിളായ ഒരു കുട്ടി കൂട്ടുകാരോടൊത്ത് കുളിക്കാനിറങ്ങിയപ്പോൾ വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി. ആ കുട്ടി അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരത്തിലെ ഒരു വിലയിരുത്തൽ, പ്രത്യേകിച്ച് വിശ്വാസികളെന്ന നിലക്ക് നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്നത്, മാതൃഗർഭത്തിലിരിക്കെ അള്ളാഹു അനുവദിച്ച ഒരായുസ്സുണ്ട് കൂട്ടരെ. ആ ആയുസ്സിലെ ഒരു വർഷമാണ് നമ്മോട് വിട പറഞ്ഞു പോയത്. ദിവസങ്ങളെ കണക്കാക്കുമ്പോൾ 365 ദിവസങ്ങൾ, അത് മണിക്കൂറായി കണക്കാക്കുമ്പോൾ 8760 മണിക്കൂറുകൾ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. വിശ്വാസികളെന്ന നിലക്ക് ഒരു ആത്മപരിശോധന, ഒരു ആത്മവിചിന്തനം നടത്തേണ്ടുന്ന സന്ദർഭമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേദനയുണ്ടാകുന്നത് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ച ഒരു ദിവസം അതിങ്ങനെ പതിയെ പതിയെ എന്നോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ ദിവസത്തിൽ ഒരു കർമ്മവും ചെയ്യാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നുപോയാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടവും ദുഃഖവും എന്നത് പറയുന്നത് സഹോദരങ്ങളെ മഹാനായ സ്വഹാബിയാണ്. അതുകൊണ്ട് അള്ളാഹു മൊത്തത്തിൽ നമ്മളുടെ ആയുസ്സിനെ ഒന്ന് പരിശോധിക്കുമ്പോൾ, നമ്മളുടെ കർമ്മങ്ങളെ പരിശോധിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ മാത്രമുള്ള കർമ്മങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്നത് ഏറ്റവും നന്നായി പരിശോധിക്കണം. അവിടെയാണ് ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയത്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 1-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു, യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയത് യഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യരെ നിങ്ങളുടെ വിചാരണ ഇതാ ആസന്നമായിരിക്കുന്നു, സമീപസ്ഥമാണ്, അടുത്തിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ അശ്രദ്ധനായി ഇങ്ങനെ തിരിഞ്ഞുകളയുകയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ ആയത്ത് കേട്ടപ്പോൾ പറഞ്ഞുപോയി, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ നടത്തണം. ഒരു വിചാരണയുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിചാരണയ്ക്ക് മുമ്പ് ഒരു സ്വയം വിചാരണ. 2025 365 ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞപ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നെഞ്ചത്തു കൈവച്ച് ഒന്നൊറ്റക്കിരുന്ന് ആലോചിക്കണം. 365 ദിവസങ്ങൾ അള്ളാഹു സമ്മാനിച്ചപ്പോൾ അതിലെത്ര സമയം ഏറ്റവും നല്ല നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം സഹോദരങ്ങളെ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദ്യമുണ്ട് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി, ഒരുവൻ്റെ കാൽപാദം ഒരടി മുന്നോട്ട് വെക്കാൻ, വെച്ചേടത്ത് നിന്ന് അവൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ആയുസ്സിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ട് എന്നതിനെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു 50-60 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് നമ്മളിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി എന്തു നേടി, എന്തു ചെയ്തു, എന്തു പ്രവർത്തിച്ചു? അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി റബ്ബിനെത്ര ശുക്ർ ചെയ്യാൻ,
50 കൊല്ലത്തിൻ്റെ ഇടയിൽ 60 കൊല്ലത്തിൻ്റെ ഇടയിൽ നമുക്കെത്ര സാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ടുന്നതാണ്. മഹാനായ സ്വഹാബി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരു 2 വരി കവിതയിലൂടെ ഒരു 60 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇദാ ആശൽ ഫതാ 60 ആമൻ ഫനിസ്ഫുൽ ഉംരി തംഹഖുഹുൽ ലയാലി. അവിടുന്ന് കവിതയിലൂടെ പറഞ്ഞത് ഇദാ ആശൽ ഫതാ 60 ആമൻ, ഒരു 60 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അവൻ്റെ പകുതി വനിസ്ഫുൽ ലയാലി, രാത്രിയായി 30 കൊല്ലം അവൻ രാത്രി ഉറങ്ങിത്തീർത്തു എന്നതാണ് മഹാനായ സ്വഹാബിയുടെ വാക്കുകൾ. എന്നിട്ടോ വനിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി ലിഗഫ്ലതിഹി യമീനൻ വശിമാലൻ. ആ 30-ൽ പിന്നീട് വന്ന ബാക്കി 15 കൊല്ലം, ആ 15 കൊല്ലം കുട്ടിയായിരുന്നു. ഒരു 15 കൊല്ലം ഒന്നും അറിയാത്ത അവസ്ഥയായിരുന്നു. തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ മാത്രം അറിയുന്ന ഒരു പ്രായം അവൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ജീവിതത്തിൽ 60 കൊല്ലം ജീവിച്ചവൻ്റെ 45 കൊല്ലം കഴിഞ്ഞുപോയി സഹോദരങ്ങളെ. പിന്നീട് പറഞ്ഞതോ വൽക്കൽ നിസ്ഫി ആമാലുൻ വനിസ്ഫുൻ വശുഗലുൻ. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ചൊരു 15 കൊല്ലം ഒട്ടനവധി പ്രതീക്ഷകളാണ്, കുടുംബജീവിതമാണ്, അങ്ങനെ മക്കളെ പോറ്റലാണ്, ജോലിയാണ്. പിന്നീട് അവസാനം ആ മനുഷ്യനെത്തിപ്പെടുന്നത് വാർദ്ധക്യത്തിലേക്ക്. അവൻ്റെ ശരീരത്തിൻ്റെ പ്രസരിപ്പ് അവസാനിച്ചിട്ടുണ്ട്, അവൻ്റെ കൈകാലുകൾ, അവൻ്റെ തൊലി ചുളിഞ്ഞിട്ടുണ്ട്. അവസാനത്തിലേക്ക് എത്തിപ്പെടുന്നത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്ത ഒരു സമയം. നോക്കൂ സഹോദര, 60 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ ശരാശരി 15 കൊല്ലം മാത്രമാണ് ഇബാദത്തിൽ. എന്നാൽ അതും ജീവിതത്തിലെ തിരക്കുകൾ, ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിന് ഇടയിൽ എല്ലാം മറന്നു ജീവിച്ചൊരു സമയമുണ്ട്. 15 കൊല്ലത്തിൽ എന്തു നേടി സഹോദരങ്ങളെ? നെഞ്ചത്തു കൈവച്ച് ആലോചിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് മഹാനായ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്നത്. നമ്മളുടെയൊക്കെ ചിന്ത, ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് സ്വർഗത്തിൽ പോവുക? ഇതിങ്ങനെ സ്വയം നമ്മളുടെ മനസ്സ് നമ്മളോട് സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ അറിയണം, 60 കൊല്ലം ജീവിച്ചവൻ 15 കൊല്ലം മാത്രം ഇബാദത്തിൽ കഴിയാൻ അവൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം, 15-ലെ എത്ര സമയം അള്ളാഹുവിന് കൊടുക്കാൻ? ഒന്ന് മര്യാദയ്ക്ക് 5 നേരം പള്ളിയിലേക്ക് വന്ന് ജമാഅത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹു അവിടുന്ന് സുന്നത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എത്ര സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അവിടൊക്കെയാണ് ഒരവലോകനം. കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ എന്തു നേടി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന നിലക്കൊരു വർത്തമാനം ജീവിതത്തിൽ വരാൻ പാടില്ല. അവിടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, വിശ്വസിച്ചവരെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് വിഭവം ഒരുക്കി വെച്ചടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ, മരിക്കുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തി മരണപ്പെടാൻ വിശ്വാസികളെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ ആയത്ത് കേട്ടപ്പോഴാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അവിടുന്ന് വേദനിച്ചത് നാളെയുടെ പാതയും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗമുണ്ട് എന്നത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. എന്നിട്ടും പേടിച്ച് കരയാണ്. സഹോദരങ്ങളെ, നമ്മെ ഒരുപക്ഷെ നമ്മൾ മരണപ്പെട്ട് നമ്മെ കുളിപ്പിച്ച് സോപ്പും താളിയും ഉപയോഗിച്ച് വൃത്തിയായി സുഗന്ധം പൂശി 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് മറ്റുള്ളവർ ചുമലിലേറ്റി പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് വെച്ച് എല്ലാവരും തിരിച്ചു പോരുമ്പോൾ ആ ഖബർസ്ഥാനിൽ നമ്മൾ ഒറ്റയ്ക്ക് അന്തി ഉറങ്ങുന്ന സമയം ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളോട് അടുക്കൽ പാഥേയമുണ്ടോ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അവിടെയാണ് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിക്കുന്ന സമയം അവിടുന്ന് കരയുന്നുണ്ട്. ഏങ്ങലടിച്ചു കരയുമ്പോൾ മകൻ കൂടെ കൂടിയിട്ട് ചോദിക്കാണ്, എന്തിനാണ് ഉപ്പച്ചിയെ കരയുന്നത്? അബൂ ഹുറൈറ എന്ന പേര് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ കോടാനുകോടി വരുന്ന മനുഷ്യന്മാർ റളിയല്ലാഹു അൻഹു എന്ന് പറയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി മരിക്കാൻ
ഭാഗ്യം ലഭിക്കുന്ന അബൂ ഹുറൈറ അവിടുന്ന് പറയാണ്, എൻ്റെ പൊന്നുമോനെ, മരണവും കഴിഞ്ഞ് വസ്സഫറു തവീൽ, സുദീർഘമായ ഒരു യാത്ര മരണത്തിന് അപ്പുറം ഉണ്ട് കുട്ട. അവിടുന്ന് പറഞ്ഞത്, മരണവും കഴിഞ്ഞ്, ബർസഹും കഴിഞ്ഞ്, ഖബറും കഴിഞ്ഞ്, വിചാരണയുടെ ലോകവും കഴിഞ്ഞ്, അങ്ങ് മീസാനും കഴിഞ്ഞ്, സിറാത്ത് പാലത്തിലൂടെ കഴിഞ്ഞ് അങ്ങപ്പുറം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെത്തിപ്പെടാൻ അബൂ ഹുറൈറയ്ക്ക് കഴിയോ എന്ന് പേടിയാണ്. സഹോദരങ്ങളെ, ആലോചിക്കണം. സ്വർഗമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞ സ്വഹാബിമാരൊക്കെ ജീവിതത്തിൽ അവർ ഒരുക്കി വെച്ച പാതയത്തെ ഓർത്ത് കരയാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന, ഖുർആന്റെ ചോദ്യമാണ്, വെറുതെ നിങ്ങളങ്ങ് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ആലോചിക്കണം, നന്നായി ചിന്തിക്കേണ്ടുന്ന സമയമാണ്. നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല. പള്ളിയിൽ നിന്ന് 5 നേരവും ബാങ്ക് വിളിക്കുമ്പോൾ ചങ്ങാതി പള്ളിയിലേക്ക് വരാൻ എന്തുകൊണ്ട് കാണുന്നില്ല? കച്ചവടമാണ്, തിരക്കാണ്, വല്ലാത്ത തിരക്കാണ്, ദഅവത്തിന് കാണുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ഒന്ന് ക്ഷണിക്കാൻ, ഒരു കൂട്ടായ്മയോടൊപ്പം നിൽക്കാൻ സഹോദര നിങ്ങൾ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കും, എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ്, മക്കളൊറ്റയ്ക്കാണ്. നോക്കണം, ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച ഓരോ ഖൈറുകളും ഞാമത്തുകളും അള്ളാഹുവിനെ ഓർക്കുന്നത് തൊട്ട് തടസ്സമാണ് സഹോദരങ്ങളെ. തടസ്സം പറയാണ്. അള്ളാഹു ഈ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ്. പലപ്പോഴും റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ 1ഉം 2ഉം കച്ചവട സ്ഥാപനങ്ങളാകുമ്പോൾ അതുവരെയും പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നവനെ കാണുന്നില്ല. എന്തേ? റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അവനെ ഓർക്കാൻ തടസ്സമാണ്. എന്നെ ഓർക്കാനാണ് നിസ്കാരം. അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് തടസ്സമാകുന്നത് ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച നിഅമത്തുകളാണ്. സഹോദരങ്ങളെ, അങ്ങനെ ആകാൻ പാടില്ല. ചില മനുഷ്യന്മാരോട് അള്ളാഹുവിന് വല്ലാത്ത കോപമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅ്ലരിൻ ജവാലിൻ സഖാബിൻ ഫിൽ അസ്വാഖ്. ചില മനുഷ്യരോട് അള്ളാഹുവിന് വല്ലാത്ത കോപാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യുബ്ഗിദു കുല്ല ജഅ്ലരിൻ ജവാലിൻ, ഭക്ഷണപ്രിയരാണ്. ഇങ്ങനെ കാശുണ്ടാക്കുക, മുന്തിയനും ഭക്ഷണം കഴിക്കുക, ഒരു ഹോട്ടലിൽ നിന്നും മറ്റൊരു ഹോട്ടലിലേക്ക് ഇങ്ങനെ ചേക്കേറുക, അതിങ്ങനെ രാവും പകലും അടിച്ചു പൊളിച്ചു കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു ജീവിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. അത്തരം ആളുകളോട് അള്ളാഹുവിന് കോപമാണ്. റസൂലുള്ള രണ്ടാമതായി പറഞ്ഞത് സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുന്ന കൂട്ടരുണ്ട്. ചെറുപ്പക്കാരാണ്, ഇങ്ങനെ സൊറ പറഞ്ഞ് തമാശ പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിച്ച് മറ്റുള്ളവൻ്റെ പച്ച ഇറച്ചി തിന്നുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. റോട്ടിൽ ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുന്ന മനുഷ്യന്മാരായി വിശ്വാസികൾ മാറാൻ പാടില്ല. അത്തരം ആളുകളോട് അള്ളാഹുവിന് കോപമാണ്. ജീഫതം ബില്ലൈൽ, രാത്രി സമയം ശവത്തെപ്പോലെ, ശവമെന്താ ഒന്നും അനങ്ങില്ല, അത്തരത്തിൽ ശവത്തെപ്പോലെ കിടന്നുറങ്ങുന്ന ചില മനുഷ്യന്മാരുണ്ട്. അവരോട് അള്ളാഹുവിന് കോപമാണ്. വഹിമാരും ബിന്നഹാർ, പകലിൽ കഴുതയെപ്പോലെ പണിയെടുക്കും. എന്തിനാണ് ഇത്ര ഓട്ടം? അത് സമ്പാദിച്ചു കൂട്ടാനാണ്, ഭാര്യയും മക്കളെയും കുടുംബത്തെയും സന്തോഷിപ്പിക്കാനാണ്, അടിച്ചു പൊളിച്ച് തമർത്താസ്വദിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന ചില മനുഷ്യന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ ഖൈറ് ലഭിക്കില്ല. അള്ളാഹുവിൻ്റെ കോപമാണ് അത്തരം ആളുകൾക്കുണ്ടാവുക. ആലിമുൻ ബി അംരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യത്തിൽ നല്ല അറിവാണ്. ഇറങ്ങുന്ന ഓരോ വസ്തുക്കളെക്കുറിച്ചും, ഗ്യാഡ്ജറ്റുകളും ഡിവൈസുകളും ഇറങ്ങുന്ന മുന്തിയ കാറുകളും എല്ലാറ്റിനെക്കുറിച്ചും നല്ല അറിവാണ്. എന്നാൽ റസൂലുള്ള പറഞ്ഞു, വജാഹിലും ബി അംരിൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് ഒരു ബോധമില്ല, പരലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. നിസ്കരിക്കുമ്പോൾ കൈകട്ടി ഞാൻ എൻ്റെ റബ്ബിനോട് നടത്തുന്നത് രഹസ്യ സംസാരമാണ്, മുരാജാത്താണ്. ഞാൻ ഫാത്തിഹയിലെ ഓരോ ആയത്തും ഇങ്ങനെ ഉരുടുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് പോലുമില്ലാതെ നമ്മൾ 5 നേരവും നമസ്കരിച്ചതുകൊണ്ട് എന്തു നേട്ടമാണ് കൂട്ടരെ, എന്തു നേട്ടമാണ്? നിസ്കരിക്കുന്നവൻ അറിഞ്ഞു നിസ്കരിക്കാൻ, ഖുശൂഓടുകൂടി നമസ്കാരം നിർവഹിച്ചിട്ട് എത്ര കാലായി? ഒന്ന് മനസ്സറിഞ്ഞ്, ഒന്ന് നെഞ്ചുപൊട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി ഒന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ മനസ്സുതട്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ ഇന്നേ വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കണം കൂട്ടരെ. അതിന് പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, ഖുർആനിനെക്കുറിച്ച് ഏറ്റവും നല്ല അറിവുള്ള മനുഷ്യന്മാരാകണം.
അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിലായി ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയേണ്ടി വരും. ഗൗരവമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് പലപ്പോഴും തോന്നും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എത്ര പറഞ്ഞു, അതുകൊണ്ട് ജീവിതത്തിലൊരു മാറ്റം വേണം എന്നിങ്ങനെ സ്വയം പറയും. എന്നിട്ട് മാറാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇസ്തിഖാമത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കൂട്ടരെ. ഈ ദീനിൽ അടിയുറച്ച് നിലകൊള്ളാൻ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ എന്നത് വിലപ്പെട്ട സമയം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ച അറിവാണ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ നന്മകളൊന്നും ജീവിതത്തിലില്ലെങ്കിൽ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ, ഒന്ന് വിചിന്തനം നടത്തുമ്പോൾ, ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നഷ്ടമായിപ്പോയി എന്ന് തോന്നിയവരാണെങ്കിൽ ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച ഈ അവസരത്തെ നഷ്ടപ്പെടുത്തിയവൻ വേദനിക്കുമെന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ സുദീർഘമായി ഖുർആൻ പഠിപ്പിക്കുന്ന ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അവരിൽ ഒരുവന് മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ അവൻ പറയും, ഖാല റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ ഒന്ന് മടക്കിത്ത, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ പാഴാക്കിക്കളഞ്ഞ സമയമുണ്ട്, ആ സമയം എനിക്കൊന്ന് തിരിച്ചെടുക്കാൻ, നന്മ ചെയ്യാൻ ഒരവസരം അല്ലാഹുവേ നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രദാനം ചെയ്യണം. അല്ലാഹുവിൻ്റെ മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, കഴിഞ്ഞടോ, നിന്റെ വെറും വർത്താനാണ്, അവസരം കഴിഞ്ഞു. ഇനി നിനക്കുള്ളത് വമിൻ വറാഇഹിം ബർസഖ് ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ നീ ബർസഖിൻ്റെ ലോകത്താണ്, അവസരം കഴിഞ്ഞു എന്ന് അള്ളാഹു മറുപടി നൽകും. നോക്കൂ, അവസാനം നരകത്തിലേക്ക് എത്തിപ്പെടും. അവിടെ വെച്ച് മുറവിളി കൂട്ടും. വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ കിടന്ന് ചില മനുഷ്യന്മാർ വാവിട്ട് മുറവിളി കൂട്ടും. ഖുർആനാണ് പറഞ്ഞത്. എന്താ സംഭവിക്കുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. നോക്കൂ സഹോദരങ്ങളെ, അവിടെയും വിലാപം പറയുന്നത് ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല, അമലുസാലിഹാത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവേ നീ സമ്മാനിച്ച ആ സമയത്തിൻ്റെ സെക്കൻഡുകൾ എനിക്കൊന്ന് തിരിച്ചു തന്നാൽ ഏറ്റവും നല്ല അമലുകൾ ചെയ്ത് ഞാൻ തിരിച്ചു വരാം റബ്ബേ എന്ന് പറയുന്ന മനുഷ്യൻ, അവിടെയും അല്ലാഹുവിൻ്റെ മറുപടി, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തി നോക്കൂ. അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ആയുസ് കൂട്ടി തന്നില്ലേ? എത്ര കൊല്ലം ദുനിയാവിൽ ജീവിച്ചു? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അള്ളാഹുവിനെ ഓർക്കാൻ, റബ്ബിനെ ഓർക്കാൻ എത്ര അവസരങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും പലതും കേട്ടു, മാറാമെന്ന് വിചാരിച്ചു, മാറിയില്ല. അങ്ങനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോയി. അവസരം കഴിഞ്ഞു. ഈ കത്തിജ്വലിക്കുന്ന നരകം ഇത് ആസ്വദിക്കണം എന്നത് മലക്കുകൾ വിളിച്ചു പറയും കൂട്ടരെ. അവിടെയും അവസാനിച്ചില്ല. ജീവിതത്തിൽ ചെയ്ത ഓരോ കർമ്മങ്ങളും നമ്മളുടെ കൈകളിലേക്ക് നൽകും. അതൊക്കെ നോക്കിക്കാണാൻ നമ്മൾ തന്നെ മതി എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ചില മനുഷ്യരുടെ വലതു കൈയിലേക്ക് അള്ളാഹു അവനവൻ ചെയ്ത കർമ്മങ്ങളുടെ രേഖ കൊടുക്കും. അവന് ഏറ്റവും നല്ല എളുപ്പത്തിലുള്ള വിചാരണയാണ്. എന്നിട്ടോ സന്തോഷിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ച സുഖാനുഭൂതിയുടെ സ്വർഗത്തിലേക്ക് കുടുംബത്തോടെ പ്രവേശിക്കാൻ കഴിയുമെന്നത് ഖുർആന പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കൊതിക്കണം, ആഗ്രഹിക്കണം, നമ്മളുടെ കുടുംബത്തെ കൂടെ കൂട്ടണം. എന്നാൽ അവിശ്വാസികളായ അള്ളാഹുവിനെ ധിക്കരിച്ചു ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, അവരുടെ കർമ്മരേഖ കൊടുക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, മുതുകിൻ്റെ പിന്നിലൂടെ വളഞ്ഞ വഴിയിൽ അള്ളാഹു കിതാബ് കർമ്മരേഖ സമ്മാനിക്കും. അതിങ്ങനെ വാങ്ങിയിട്ട് എൻ്റെ നാശമേ എന്നവൻ വിലപിക്കും എന്നത് ഖുർആൻ പറഞ്ഞു. വിലപിച്ചത് കൊണ്ട് ഒരർത്ഥമില്ല. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ ഇങ്ങനെ വലിച്ചെറിയും.
ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, എൻ്റെ കർമ്മരേഖ അല്ലാഹുവേ എൻ്റെ കയ്യിലേക്ക് ഒന്നേൽപ്പിക്കാതിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ പറയും. വലം അദിരി മാ ഹിസാബിയ, എൻ്റെ വിചാരണ ഞാൻ അനുഭവിക്കേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ യാ ലൈതഹാ കാനതിൽ ഖാളിയ, മരണത്തോടെ എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ എന്നവിടുന്ന് മനുഷ്യൻ വിലപിച്ചിട്ട് പറയും. മാലിക് എന്ന മലക്കിനോട് വിളിച്ചു പറയുമെന്നാണ്, നിന്റെ റബ്ബിനോടൊന്ന് പറ, ഞങ്ങളെ ഈ നരകത്തിലൊന്ന് മരിപ്പിക്കാൻ, മരിപ്പിച്ചു കിട്ടാൻ മാലിക് എന്ന മലക്കിനാണ് അള്ളാഹുവിനോട് സംസാരിക്കാനുള്ള ഒരവകാശം ആ സന്ദർഭത്തിലുള്ളത്. ഒന്ന് പറയിൻ, ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ. എന്നിട്ടോ മാ അഗ്നാ അന്നി മാലിയ, ഇവിടെ കുറേ ഓടിയത് കുറേ സമ്പത്ത് വാരിക്കൂട്ടാനാണ്, സമ്പത്ത് പ്രയോജനപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ സകല അധികാരങ്ങളും നഷ്ടായി എന്ന് പരലോകത്തെത്തുമ്പോൾ തോന്നും. അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം, ഖുദൂഹു ഫഗുല്ലൂ, അവനെ പിടിക്കൂ, ബന്ധനസ്ഥനാക്കൂ, ചങ്ങലക്കിടൂ. ഇത് അള്ളാഹു ആണ് പഠിപ്പിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് പകരമായി തോന്നിയതുപോലെ ഇവിടെ ഇങ്ങനെ ജീവിച്ച് അറുമാദിച്ചു പോയവരെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തിയാൽ കർമ്മരേഖ സമ്മാനിക്കും. ഇടതു കയ്യിൽ കർമ്മരേഖ കിട്ടിയവൻ വിലപിക്കുമെന്നും ഖുദൂഹു ഫഗുല്ലൂ, അവനെ പിടിക്കൂ, ബന്ധനസ്ഥനാക്കൂ. സുമ്മൽ ജഹീമ സല്ലൂ, പിന്നീട് അവനെ ചുട്ടുപൊള്ളുന്ന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയാൻ അവിടുന്ന് ഓർഡർ വരികയാണ്, കൽപ്പന വരികയാണ്. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ച അറിവാണ്. സഹോദരങ്ങളെ, അറിയണം, പഠിക്കണം, ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. 5 കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളിൽ ഒരുങ്ങണം. ഒന്നാമത്തത് റസൂലുള്ള പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം അത് വളരെ വേഗം കഴിഞ്ഞു പോകും. സഹോദരങ്ങളെ, യുവത്വം അള്ളാഹുവിന് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ യുവത്വം പലപ്പോഴും മനസ്സ് വിചാരിക്കുന്നിടത്ത് നമുക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ആർജവത്തിൻ്റെ ഊർജ്ജസ്വലതമായ രക്തത്തിളപ്പുള്ള കൂർമ്മബുദ്ധിയുള്ള ഒരു സമയമാണ്. ആ സമയം അള്ളാഹുവിന് കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്തിന്? അർശിൻ്റെ തണൽ ലഭിക്കാൻ. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, ഒരു യുവാവ് അവിടെ അർശിൻ്റെ തണൽ 7 കൂട്ടർക്ക് കൊടുക്കുമ്പോൾ ഒരാൾ വശാബുൻ, യുവാവാണ്. യുവത്വം അള്ളാഹുവിന് കൊടുക്കാൻ എത്ര ആളുകളുടെ യുവത്വം നഷ്ടായി, എത്ര സമയം യുവത്വം അള്ളാഹുവിന് കൊടുക്കാൻ സഹോദരങ്ങളെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തും, അന്ന് വിലപിച്ചിട്ട് ഒരർത്ഥമില്ല. അതുകൊണ്ട് ഒരുങ്ങണം. രണ്ടാമത്തെ റസൂലുള്ള പറഞ്ഞു, വസിഹതിക ഖബ്ല സഖമിക്, രോഗത്തിന് മുമ്പുള്ള ആരോഗ്യമാണ്. രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം. സന്ധികൾക്ക് വേദനയില്ലാത്തൊരു സമയമുണ്ട് സഹോദരങ്ങളെ. ഇപ്പോൾ നമുക്ക് ഓടി നടക്കാൻ പറ്റും, വേദന വരുന്നൊരു സമയമുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും ഒന്ന് കാല് വഴുതി വീണുപോയാൽ നമ്മൾ കിടപ്പിറയിൽ, ഒരുപക്ഷെ നമ്മൾ വാട്ടർ ബെഡിലേക്ക് അങ്ങനെ കിടന്നുപോയാൽ കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അള്ളാഹു സമ്മാനിച്ച ഈ ആരോഗ്യം അള്ളാഹുവിലേക്ക് കൊടുക്കാൻ കഴിയണം. മൂന്നാമത്തത് റസൂലുള്ള പറഞ്ഞു, വഗിനാക ഖബ്ല ഫഖരിക്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള സമ്പന്നത. സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച സമ്പത്തുണ്ട്. ആ സമ്പത്ത് യഥേഷ്ടം കിട്ടുമ്പോൾ ഭൗതികമായ ചില അജണ്ടകൾ, ഭൗതികമായ ജീവിതത്തിലെ അജണ്ടകൾ തീർക്കുന്നതിനപ്പുറം നമുക്ക് നമ്മളുടെ സമ്പത്ത് അള്ളാഹുലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വാരിക്കോരി കണക്കില്ലാതെ അള്ളാഹുവിനോട് ചോദിക്കാതെ പോലും സമ്പത്ത് റബ്ബ് തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും കിട്ടുന്നതൊക്കെ ഭൗതിക അജണ്ടകൾ തീർക്കാൻ, അതാണ് ദുനിയാവിൽ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം, അടിച്ചു പൊളിക്കണം, മർമാദിക്കണം, ഇതാണ് ചിന്ത. എന്നാൽ എന്നും സമ്പത്ത് നിലനിൽക്കില്ല. സമ്പത്തിൻ്റെ കസ്റ്റോഡിയനായ അള്ളാഹു സമ്പത്തിനെ തിരിച്ചെടുക്കും. ചിലപ്പോൾ എത്ര വലിയ സമ്പന്നരാണ് പെട്ടെന്നൊരു നിമിഷം പാപ്പരായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ആലോചിക്കണം. നാലാമത്തത് റസൂലുള്ള പറഞ്ഞു, ഫറാഅക ഖബ്ല ശുഗ്ലിക്, തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയമാണ്. ധാരാളം ഒഴിവ് സമയം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10 ദിവസം ഒഴിവ് സമയങ്ങളായിരുന്നു. എന്ത് ചെയ്തു? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എത്ര ഒഴിവ് സമയം? അതൊക്കെ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ മൊബൈൽ സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞവരാണോ? അതല്ലെങ്കിൽ ഉറങ്ങിത്തീർത്തവരാണോ? അതുമല്ലെങ്കിൽ മറ്റു വിനോദങ്ങളിൽ നമ്മളുടെ സമയം കൊന്നുകളഞ്ഞവരാണോ? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും
അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ, സുബ്ഹാനല്ലാ എന്ന് പറയാൻ, അൽഹംദുലില്ലാ എന്ന് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ എത്ര വമ്പിച്ച ദിക്റുകളെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആനിൻ്റെ ഓരോ ഹർഫുകളും ഉച്ചരിക്കുമ്പോൾ 10 പ്രതിഫലമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച ഒഴിവ് സമയം ഖുർആൻ സുദീർഘമായി ഓതാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് തിരക്ക് വരും സഹോദരങ്ങളെ, നമ്മളറിയില്ല. പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ പല ഭാഗത്തു നിന്നും അള്ളാഹു നമ്മിലേക്ക് ഇട്ടു തരും. വലനബുലുവന്നകും, ഖുർആൻ പറഞ്ഞത് പരീക്ഷിക്കുമെന്നല്ല. അവിടെ ഖുർആൻ അറബി അറിയുന്ന ആളുകൾക്കറിയാം. വലനബുലുവന്നകും, പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഖുർആൻ പറഞ്ഞത്. നിരന്തരം ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകും. പരീക്ഷണങ്ങൾ വരുന്നതിനപ്പുറം അള്ളാഹു സമ്മാനിച്ച അനുഗ്രഹങ്ങളെ റബ്ബിലേക്ക് കൊടുക്കാൻ കഴിയണം. അഞ്ചാമത്തത് അറ്റ്ലാസ്റ്റ് ഹയാതക ഖബല മൗതിക്, മരണത്തിന് മുമ്പുള്ള ജീവിതമാണ്. ആ ജീവിതത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അതുകൊണ്ട് മരണം വന്നാൽ നിസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല. അറിയണം സഹോദരങ്ങളെ, മരണത്തോടെ എല്ലാം അവസാനിക്കാണ്. മരണത്തിന് മുമ്പുള്ള ഈ ജീവിതം ഏറ്റവും നന്നായി ജീവിച്ച് കർമ്മങ്ങൾ ഒരുക്കി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് റബ്ബിലേക്ക് യാത്രയാകാൻ, അങ്ങനെ ഒരു ഒരുക്കം നടത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. കഴിഞ്ഞ കാലത്തെ വിലയിരുത്തുകയും പുതിയ ഈ കാലത്തെ നന്നാക്കി തീർക്കുകയും ധന്യമാക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയണം. വിശാലമായ വായന, പഠനവും അതുപോലെ ചിന്തയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. കൃത്യമായി നിർബന്ധ നമസ്കാരങ്ങൾ ജീവിതത്തിൽ കൃത്യമായി ഒരു ചിട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് അത്തരത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഐച്ഛികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്ര സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, നമ്മളുടെ ഉമ്മയാണ്. അവിടുന്ന് പറയാണ്, 12 റക്അത്ത് നമസ്കരിച്ചാൽ നിനക്ക് ഉമ്മു ഹബീബ സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മരണം വരെ ആ 12 റക്അത്ത് നമസ്കാരം ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല. പറഞ്ഞത് നമ്മുടെ ഉമ്മയാണ്. സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിലപ്പുറം സ്വർഗത്തിലെ ഭവനം, സ്വർഗത്തിലൊരു വീട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ, ചിട്ടപ്പെടുത്താൻ സഹോദരങ്ങളെ സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ റജബ് മാസത്തിലാണുള്ളത്. റജബ് മാസത്തെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും പല അനാചാരങ്ങളും കൊണ്ടുവരാറുണ്ട്. റജബിൽ പ്രത്യേകമായ നമസ്കാരമോ നോമ്പോ അതല്ലെങ്കിൽ അത്തരത്തിൽ പ്രത്യേകമായ ചില പ്രാർത്ഥനകളോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ റജബ് മിൻഹാ അർബഅതു ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്. അതിൽ റജബ് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. തെറ്റുകൾ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. പ്രത്യേകിച്ച് പവിത്രമാസത്തിൽ തിന്മകൾ ചെയ്താൽ അതിന് ശിക്ഷ, അതിൻ്റെ കാഠിന്യം കൂടുതലാണ്. പരമാവധി നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. വരാനുള്ളത് റമളാനാണ്. കുറഞ്ഞ നാളുകൾ പിന്നിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുന്നൊരുക്കമാകണം റജബും ശഅബാനുമെല്ലാം. ആ നിലക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമാണ്. ജീവിതത്തിലെ തിന്മകൾ വന്നു പോകുന്നതിനെ നന്നായി സൂക്ഷിക്കണം സഹോദരങ്ങളെ. മറ്റൊന്ന്, അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകിയത് ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ മക്കളാണ്. പലപ്പോഴും മക്കൾ കൺകുളിർമയാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരെക്കുറിച്ച് അവിടുന്ന് ഖുർആൻ പഠിപ്പിച്ചത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ,
എൻ്റെ ഭാര്യയിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ എന്ന്. കൺകുളിർമ, മക്കളെ നോക്കുമ്പോൾ കാണുന്ന കൺകുളിർമയ്ക്കപ്പുറം മക്കൾ ദീനീബോധമുള്ള മക്കളാകണം. അപ്പോഴാണ് മനസ്സു നിറഞ്ഞ സന്തോഷം ഉണ്ടാവുക. വലിയ ഉദ്യോഗവും വലിയ സൗകര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടും ഒരുപക്ഷേ മക്കൾ വഴിതെറ്റിപ്പോയാൽ ഒരു ഉമ്മയും ഉപ്പയും എത്ര വേദനിക്കും, എത്ര പ്രയാസപ്പെടും. അവിടെ കൺകുളിർമ ലഭിക്കില്ല. മതത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകണം മക്കൾ. ദീനീബോധമുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അത്തരത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് മക്കൾക്ക് ഈ അവധിക്കാലത്ത് ഈ പള്ളിയിൽ നമ്മളൊരു ക്യാമ്പ് നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച 4-ാം തീയതി രാവിലെ 9 മണി മുതൽ 2 മണി വരെ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള കുട്ടികൾ അവർക്ക് യഥാർത്ഥ ധാർമ്മിക ബോധം വളർത്താൻ ഇസ്ലാമിനെക്കുറിച്ച് വ്യത്യസ്ത വിഷയങ്ങൾ, ആരാണ് മാതാപിതാക്കൾ, എന്താണ് തൗഹീദ്, കൃത്യമായി ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത്, കുറഞ്ഞ സമയം കൊണ്ട് നമ്മളുടെ മക്കൾക്ക് ഏറ്റവും നല്ല ധാർമ്മിക ബോധം. പലപ്പോഴും രക്ഷിതാക്കളൊക്കെ സങ്കടത്തിലാണ്. ഒന്ന് ഉപദേശിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഉപദേശങ്ങളൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. പലപ്പോഴും മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബിനികളെ നമുക്ക് കാണാൻ കഴിയും. സങ്കടം മനസ്സ്